ഹായ് ഗായ്സ് നമുക്ക് യൂണിയൻ ടെറിട്ടറീസും കൂടി അതിന് ബാക്കിയുണ്ടായിന്. നമുക്കതും കൂടി പഠിക്കാം ഇപ്പോൾ. കമോൺ റൂഹി, ഇന്ന് യൂണിയൻ ടെറിട്ടറീസ് ആണ്. അതെ. എത്ര എണ്ണം ഉണ്ടടാ യൂണിയൻ ടെറിട്ടറീസ്? യൂണിയൻ ടെറിട്ടറീസ് 8 എണ്ണം ഉണ്ട്. പണ്ട് 9 ആയിരുന്നു. കാരണം പണ്ട് ഈ രണ്ടെണ്ണം ദാദർ നഗർ ഹവേലിയും ഡാമൻ ആൻഡ് ഡ്യൂവും അല്ലേ? അത് രണ്ടും വേറെ വേറെ ആയിരുന്നു. ഇപ്പൊ അത് രണ്ടും സിംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ന്യൂഡൽഹി. അത് ശരി, ന്യൂഡൽഹി എവിടെയായിട്ട് വരും? ന്യൂഡൽഹി ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും നടുക്ക്. ഓക്കെ, വെച്ച് ഫ്ലാഗ് വെച്ച്. ഈ ന്യൂഡൽഹി എന്ന് പറയുന്ന സാധനം യൂണിയൻ ടെറിട്ടറിയാണ്, അറിയാമോ? ഓക്കെ. ചണ്ഡീഗഡ് ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ക്യാപിറ്റലുമാണ്. കൂടാതെ അതൊരു യൂണിയൻ ടെറിട്ടറിയുമാണ്. ഓക്കെ, ചണ്ഡീഗഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ന്യൂഡൽഹി യൂണിയൻ ടെറിട്ടറിയാണ്, ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറി. അടുത്തത് ഏതാടാ യൂണിയൻ ടെറിട്ടറി? അടുത്തത് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ ഓക്കെ, ഏറ്റവും ഭംഗിയുള്ള സ്ഥലം അല്ലേ? ബ്യൂട്ടിഫുൾ ആണെന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീത്വമുള്ള സ്ഥലം ഏതാണ്? ശ്രീനഗർ. ശ്രീനഗർ അല്ലേ? ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റൽ ആണത് അല്ലേ? ഓക്കെ, ശ്രീനഗർ. ജമ്മു ആൻഡ് കാശ്മീർ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ശ്രീ എന്ന് പറയുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ, എലിഗന്റ് അല്ലെങ്കിൽ ഐശ്വര്യമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അതുകൊണ്ട് ശ്രീനഗർ ആണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റൽ. ജമ്മു ആൻഡ് കാശ്മീരും യൂണിയൻ ടെറിട്ടറിയാണ് അല്ലേ? അടുത്ത യൂണിയൻ ടെറിട്ടറി ഏതാ ഇതുപോലെ ഭംഗിയുള്ള വേറൊരു സ്ഥലം? ലഡാക്ക്. ലഡാക്ക്, അത് ശരി. ലഡാക്ക് എങ്ങനെയാ നമുക്ക് ഓർത്തു വെക്കാന്നറിയാമോ? അതിന്റെ ക്യാപിറ്റൽ ഏതാണ്? അതിന്റെ ക്യാപിറ്റൽ ലേ ആണ്. ലേ. ഇത് ഓർത്തു വെക്കാൻ ഒരു സിമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇത് നോക്ക്, ലാസ്റ്റ് ഇവിടെ എല്ലും എച്ചുമാണ്. അപ്പൊ എല്ലും എച്ചും മാത്രം, വേറെ ഒന്നും വേണ്ട അല്ലേ? അപ്പൊ ക്യാപിറ്റൽ ലേ ആണെന്ന് നമുക്ക് പെട്ടെന്ന് പഠിക്കാം അല്ലേ? ഒരു ഈ ചേർത്താ മതി. ലേ. ഓക്കെ, ഗുഡ് ഐഡിയ. ലഡാക്ക്, ലേ അല്ലേ? ഓക്കെ, വെക്ക് വെക്ക്. അടുത്ത യൂണിയൻ ടെറിട്ടറി ഏതാണ്? അടുത്ത യൂണിയൻ ടെറിട്ടറി സിൽവാസ. സിൽവാസ ഏതിന്റെ ക്യാപിറ്റൽ ആണ്? അത് ദാദർ നഗർ ഹവേലി. ഓക്കെ, ദാദർ ആൻഡ് നഗർ ഹവേലി അല്ലേ? ഈ ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്നത് എങ്ങനെയാ ഓർത്തിരിക്കേണ്ടതെന്ന് അറിയാമോ? ഞാൻ പറയാം. കാരണം അത് ഈ മഹാരാഷ്ട്രയുടെ തൊട്ടടുത്താണ് അതുള്ളത്. അപ്പോ മഹാരാഷ്ട്രക്കാരൊക്കെ എന്തെടുപ്പാണെന്നോ ഇരുന്ന് ഗാഗ്ര ചോലി. അപ്പൊ അതിന്റെ ഗാഗ്ര എന്നുള്ളത് ദാദ്ര അല്ലേ? ദാദ്ര ആൻഡ് നഗർ ഹവേലി എങ്ങനെ ഓർക്കും നമ്മള്? മഹാരാഷ്ട്രയിലെ ഏറ്റവും കൂടുതൽ ഫേമസ് വേറെ എന്ത് സ്വീറ്റ് ആണ്? ഹലുവ. അല്ലേ? അപ്പൊ നമുക്ക് ഹവേലി. ഓക്കെ, ദാദർ ആൻഡ് നഗർ ഹവേലി. പിന്നെ അതിന്റെ തൊട്ടടുത്ത് വേറൊരു ടെറിട്ടറിയും കൂടി ഉണ്ടല്ലോ, യൂണിയൻ ടെറിട്ടറി. ഡാമൻ ആൻഡ് ഡ്യൂ അല്ലേ? ഓ, എവിടെ? ഡമാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡാമൻ ആൻഡ് ഡ്യൂവും ദാദ്ര നഗർ ഹവേലിയും ഒരുമിച്ച് ചേർത്തിട്ട് ഡാമൻ ആണ് അതിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഏതാണ്? തമിഴ്നാടിൻ്റെ അടുത്തൊരു യൂണിയൻ ടെറിട്ടറി ഉണ്ടല്ലോ അടുത്തത്. അതേതാ? ഒരു പുതിയ സ്ഥലം, പുതുച്ചേരി. പുതിയത് അങ്ങനെ ഓർത്ത. പോണ്ടിച്ചേരിയാണ് അതിൻ്റെ. പുതുച്ചേരി എന്നോ പോണ്ടിച്ചേരി എന്നോ പറയാം. അതും യൂണിയൻ ടെറിട്ടറിയാണ്. രണ്ടടാ, വെക്ക്. ഓക്കെ, ഇനി അറബിക്കടലിന്റെ നടുക്കൊരു യൂണിയൻ ടെറിട്ടറി ഉണ്ടല്ലോ. അതെ, ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റ്. അതേതായിരുന്നു? ഏതോ ലക്ഷങ്ങളുള്ള സ്ഥലം. ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഐലൻഡ് ആണ് ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി. അറിയാമോ രോഹിക്ക്? അവിടെ എത്ര ഐലൻഡ്സ് ആണെന്നറിയോ? വെറും 36 ഐലൻഡ്സേ ഉള്ളൂ. ചെറിയ സ്ഥലമാണ്. ക്യാപിറ്റൽ ഏതാ? വെക്ക്. അറേബ്യൻ സീയുടെ സൈഡില് കവരത്തി അല്ലേ? ഇതെങ്ങനെയാ ഓർത്തിരിക്കണേന്ന് അറിയാമോ? ആൽഫബറ്റിക്കലി കെ കഴിഞ്ഞിട്ടല്ലേ എല്ല്. അപ്പൊ ലക്ഷദ്വീപ് എല്ല്, KL. അത് മാത്രമല്ല
ദീപ് എന്ന് പറയുമ്പോ വിളക്കെന്നല്ലേ അർത്ഥം. രതി ആരതി, അപ്പൊ ആരതിക്ക് നമ്മൾ ദീപ് എടുക്കൂല്ലോ എപ്പോഴും ഇല്ലേ. അപ്പൊ കവരത്തി ലക്ഷദ്വീപ് കേട്ടോ. ലാസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണ്? യെസ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇന്ത്യയുടെ ഈസ്റ്റിലാണ് അല്ലേ. എവിടെയാണ്? ബേ ഓഫ് ബംഗാളിലാണോ കടല്? ഫുൾ ബേ ഓഫ് ബംഗാൾ കണ്ട. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇവിടെയാണ് അല്ലേ. ഏതാ അതിന്റെ? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇല്ലേ, ഈ ഐലൻഡ്സ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന കുറേ ഫോറസ്റ്റും ഒക്കെ ഉള്ള ഐലൻഡാണ്. ഈ പ്ലെയിൻ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് സ്കോട്ടിഷ് ലാംഗ്വേജിൽ എന്താണെന്നറിയാമോ? ബ്ലെയർ. പോർട്ട് ബ്ലെയർ ആണല്ലോ, വെക്കല്ലോ. അപ്പോ ഏതൊക്കെയാണ് നമുക്ക് ഒന്നും കൂടെ പറയാം. ന്യൂഡൽഹി, ചണ്ഡീഗഡ്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ദാദർ നഗർ ഹവേലി, ഡാമൻ ആൻഡ് ഡ്യൂ, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി ആൻഡ് ഫൈനലി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇത്രയുമാണ് ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറീസ് ഇല്ലേ. 8 യൂണിയൻ ടെറിട്ടറിയും 8 എണ്ണത്തിന്റെ ക്യാപിറ്റൽ സിറ്റീസും. അടുത്തത് ഞാൻ വേൾഡിന്റെ വീഡിയോ കൊണ്ടായിരിക്കുമ്പോൾ ഇന്ന് വെയിറ്റ് ആൻഡ് വാച്ച്. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.